ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് വിശാലിന്റെ വീടാണ്. പ്രഭാവതി ഗാർഗിയെ അപമാനിച്ച് അവിടെ നിന്ന് പോവുകയാണ്. ക്ഷമിക്കണം മോളെ, അച്ചമ്മ കാരണം മോള് കരയേണ്ടി വന്നില്ലേ എന്ന് അച്ചമ്മ പറയുമ്പോൾ ഗാർഗി പറയുകയാണ്, അത് സാരമില്ല അച്ചമ്മേ, അച്ചമ്മ പോയി ഉറങ്ങാൻ നോക്ക്. അങ്ങനെ അച്ചമ്മ പോയതിനു ശേഷം ആകെ തകർന്ന് നിന്ന് കരയുകയാണ് ഗാർഗി. നേരം പുലർച്ചെയാകുന്നു. പിന്നീട് കാണിക്കുന്നത് പ്രതാപൻ ഗോപിനാഥിന്റെ അടുത്തേക്ക് പോകുന്നതാണ്. എന്താ അളിയ, എങ്ങനെ ആത്മഹത്യ ചെയ്യണമെന്ന് ആലോചിക്കുകയാണോ? അളിയനെ കൊണ്ട് അതൊറ്റയ്ക്ക് എന്താണെങ്കിലും സാധിക്കും. വേണമെങ്കിൽ ഞാൻ സഹായിക്കാം, അല്ലെങ്കിൽ ഞാൻ തന്നെ അളിയന് വേണ്ടി അത് ചെയ്തു തരാം. ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ അളിയൻ ആരോടെങ്കിലും എങ്ങനെയെങ്കിലും പറയാൻ ശ്രമിച്ചാലേ അളിയനെ ഞാൻ തന്നെയാകും കൊല്ലുകയെന്ന് പറയുകയാണ് പ്രതാപൻ. അതേസമയം അങ്ങോട്ടേക്ക് വിശാൽ വരുമ്പോ പ്രതാപൻ പറയുകയാണ്, അത് പിന്നെ ഞാൻ അളിയനോട് സംസാരിക്കുകയായിരുന്നു. സമയാസമയം ഗുളിക കഴിക്കണമെന്നൊക്കെ, അധികം വിഷമിക്കരുതെന്നും ഒക്കെ ഞാൻ പറയുകയായിരുന്നെന്ന് പ്രതാപൻ പറയുമ്പോൾ വിശാൽ പറയുകയാണ്, കൂടുതൽ ഉപദേശം നൽകി അച്ഛനെ ആരും തളർത്താതിരുന്നാ മതി. പിന്നെ അച്ഛനെ ആരും ഉപദേശിക്കുന്നതേ അച്ഛന് പണ്ട് മുതലേ ഇഷ്ടമില്ലാത്ത കാര്യമാണ്, പ്രത്യേകിച്ചും അങ്കിളിനെ പോലെയുള്ള ആളുകളെന്ന് വിശാല് പറയുമ്പോ പ്രതാപൻ ചോദിക്കുകയാണ്, അതെന്താ വിശാലെ നീ അങ്ങനെ പറയുന്നത്? ഇതെന്റെ അളിയനല്ലേ? തുടർന്ന് വിശാല് പറയുകയാണ്, പാർവതി ഈ മുറിയിൽ കയറരുതെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ടല്ലോ. എന്നാലേ അതേപോലൊരു വിലക്കല്ല അങ്കിൾ, ഒരു ഉപദേശമാണെന്ന് കരുതിയാ മതി. എനിക്കും അങ്കിളിന് തരാനുണ്ട്. രോഗാവസ്ഥയിൽ കിടക്കുന്ന ഒരു വ്യക്തിക്കരികിലേക്ക് അയാൾക്ക് ഇഷ്ടമില്ലാത്തവര് വരാത്തതല്ലേ നല്ലത്. അത് ശരി, അപ്പൊ നീ പറഞ്ഞു വരുന്നത് അളിയൻ എന്നെ ഇഷ്ടമല്ലെന്നാണോ? അളിയൻ അവിടെ താഴെ തളർന്നു കിടന്നപ്പോഴേ ഡോക്ടറെ വിളിക്കാൻ ഞാൻ മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് അങ്കിളിനോട് കൂടുതലായി ഒന്നും പറയാനില്ല. ഇപ്പോൾ അങ്കിളിന് ഇവിടുന്ന് പോകാം. തുടർന്ന് വിശാല ഗോപിനാഥിന്റെ അടുത്തേക്ക് ഇരുന്ന് പറയുകയാണ്, അയാൾ പറഞ്ഞതൊന്നും അച്ഛൻ കാര്യമായിട്ട് എടുക്കണ്ട. അച്ഛൻ്റെ ഒപ്പം എപ്പോഴും ഞാനുണ്ട്. ഒന്നും ഓർത്ത് അച്ഛൻ വിഷമിക്കേണ്ട. ഡോക്ടർ പറഞ്ഞതൊക്കെ അച്ഛൻ ഓർമ്മയുണ്ടല്ലോ. പിന്നീട് കാണിക്കുന്നത് പ്രതാപന്റെ അടുത്തേക്ക് പ്രഭാവതി ചെല്ലുന്നതാണ്. എന്താ പ്രതാപ, ഇഞ്ചി കടിച്ച കുരങ്ങനെ പോലെ നീ നിൽക്കുന്നത്? എന്തു പറ്റി? ഇനി എന്തു പറ്റാനാ, എല്ലാം മതിയാക്കി നമ്മുടെ വീട്ടിലേക്ക് തിരികെ പോയാലോ എന്ന് ഞാൻ ആലോചിക്കുകയാണ്. എടാ, നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നീ നേരിട്ട് പറ. എന്താ ചേച്ചി അളിയന്റെ മുറിയിലേക്കാണോ എന്ന് പ്രതാപൻ ചോദിക്കുമ്പോ അതേ എന്നും തലച്ചോറില് ചെറിയൊരു പൊട്ടലുണ്ടെന്നല്ലേ പറഞ്ഞത്, ആ പൊട്ടലൊന്ന് വലുതാക്കാൻ പറ്റുമോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്നും പ്രഭാവതി പറയുന്നു. നീയും കൂടെ വാ. ചേച്ചി ചേച്ചി ഇപ്പൊ എന്താണെങ്കിലും അങ്ങോട്ടേക്ക് പോകണ്ട. ആ മുറിയിലൊന്ന് കയറിയതിന്റെ ഫലമായിട്ടാ ഞാനിപ്പോ ഇഞ്ചി കടിച്ച കുരങ്ങനെ പോലെ ഇവിടെ നിൽക്കുന്നത്. ദേ പ്രതാപ, നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിലേ നീ വളച്ചു കെട്ടില്ലാതെ പറ. ചേച്ചിയുടെ ഉദ്ദേശം തന്നെയായിരുന്നു എനിക്കും. ഞാൻ അതിനുവേണ്ടി തന്നെയാ ആ മുറിയിലേക്ക് പോയതും. അപ്പോഴാ വിശാൽ അങ്ങോട്ടേക്ക് വന്നത്. പാർവതിക്ക് ചേച്ചി വിലക്കേൽപ്പിച്ചതുപോലെ അവൻ എനിക്കും വിലക്കേൽപ്പിച്ചു. അളിയന്റെ മുറിയുടെ വാതിൽക്കൽ അവൻ എനിക്ക് വേണ്ടി ലക്ഷ്മണരേഖയാ വരച്ചിട്ടിരിക്കുന്നത്. എന്താടാ, അവൻ എന്തെങ്കിലും സംശയം തോന്നിയോ? എന്റെ ചേച്ചി, നമ്മളാരും കരുതിയ പോലെ പഴയ വിശാലല്ല ഇപ്പോഴവിടെ ഉള്ളത്. അവന്റെ മനസ്സിൽ എന്തൊക്കെയോ സംശയങ്ങളുണ്ട്. അളിയന്റെ ഈ അവസ്ഥയ്ക്ക് കാരണം നമ്മളാണോ എന്ന് അവനിപ്പോ സംശയിക്കുന്നുണ്ട്. ആ സംശയത്തിന്റെ വിത്ത് അവന്റെ മനസ്സിൽ പാകിയതേ ആടുകളക്കാരി പാർവതിയാണ്. ഇനി നമ്മൾ എന്താണെങ്കിലും കരുതലോടെ നീങ്ങണം. ആ മുള വളരാൻ നമ്മൾ അനുവദിക്കരുത്. അതേസമയം ജാസ്മിൻ അങ്ങോട്ടേക്ക് വരികയാണ്. ജാസ്മിന്റെ മുഖം കണ്ടിട്ട് പ്രഭാതി ചോദിക്കുകയാണ്, എന്താ മോളെ, നിനക്ക് എന്തു പറ്റി? ഒരാള് ഒരു ദിവസം 6 മണിക്കൂറെങ്കിലും ഉറങ്ങണമെന്നാ പറയാറ്. പക്ഷെ എനിക്കിപ്പോ 6 മിനിറ്റ് പോലും ഉറങ്ങാൻ സാധിക്കുന്നില്ല. ഒന്നാമതേ അവിടെ നിന്ന് തിരിയാൻ സ്ഥലമില്ല, കൊതുക് കടിയും. പിന്നെ ഒറ്റയ്ക്ക് കിടന്നിട്ട് എനിക്ക് പേടിയായിട്ട് മേല. ചേട്ടനുണ്ടായിരുന്നപ്പോ അങ്ങനെയെങ്കിലും പറയായിരുന്നു. ഇപ്പോ ഞാൻ എന്ത് ചെയ്യണമെന്നാ മോളി പറയുന്നതെന്ന് പ്രഭാവതി ചോദിക്കുമ്പോ പ്രതാപൻ പറയുകയാണ്, അത് ചേച്ചിക്ക് മനസ്സിലായില്ലേ? അവളെ ഔട്ട് ഹൗസിൽ നിന്നും ഇൻ ഹൗസിലേക്ക് മാറ്റണമെന്നാ അവളീ പറയുന്നത്. മോളെ, കാര്യങ്ങളൊക്കെ നിനക്കറിയാവുന്നതല്ലേ? പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ആ തീരുമാനമെടുക്കാൻ ഞാൻ തന്നെ മതിയായിരുന്നു. പക്ഷേ ഇപ്പോ അങ്ങനെയല്ലല്ലോ. എന്താണെങ്കിലും ഞാനൊന്ന് ആലോചിക്കട്ടെ. ഇതിന് അനുയോജ്യമായ ഒരു പരിഹാരമാർഗം ഞാൻ എന്താണെങ്കിലും പെട്ടെന്ന് തന്നെ കണ്ടെത്താം. നീ ധൈര്യമായിട്ടിരിക്കുന്ന പ്രഭാവതി പറയുമ്പോൾ ജാസ്മിൻ അവിടെ നിന്ന് പോകുന്നു. തുടർന്ന് പ്രതാപൻ പറയുകയാണ്, കൂനിനുമേൽ കുരു, ഇപ്പോ അതാണ് അവസ്ഥ. നമ്മൾ എന്താണെങ്കിലും പെട്ടെന്ന് തന്നെ ഇതിനൊരു പരിഹാരം കാണണം ചേച്ചിയെന്ന് പ്രതാപൻ പറയുന്നു. പിന്നീട് കാണിക്കുന്നത് അച്ചമ്മയാണ്. വിഷമത്തോടെ ഗാർഗി പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കുകയാണ് അച്ചമ്മ. അതേസമയം പാറു അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. അച്ചമ്മ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ. എന്തു പറ്റി അച്ചമ്മയെന്ന് പാറു ചോദിക്കുമ്പോ അച്ചമ്മ ഗാർഗിയുടെ കാര്യങ്ങളൊക്കെ പാറുവിനോട് പറയുകയാണ്. അവരുടെ വിവാഹം കഴിഞ്ഞിട്ട് 3 വർഷത്തോളമായി. ഇന്നേ വരെ അവളും വിനയും ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുന്നതോ പുറത്തു പോകുന്നതോ ഒന്നും തന്നെ ഞാൻ കണ്ടിട്ടില്ല. ഗാർഗിയെ വിനയിൽ നിന്നും അകറ്റാൻ ഏറ്റവും വലിയ കാരണം പ്രഭാവതി തന്നെയാണ്. അവന്റെ കുടുംബജീവിതമാണ് തകരുന്നതെന്ന് അവൾ ആലോചിക്കുന്നതേയില്ല. ഇങ്ങനെ അമ്മയുടെ സാരത്തുമ്പും പിടിച്ച് കഴിയുന്ന ഒരുത്തനോടൊപ്പം ജീവിക്കുന്നതിനേക്കാൾ നല്ലതേ ബന്ധം വേർപ്പെടുത്തുന്നത് തന്നെയാണ്. ഇത് കേൾക്കുന്ന പാറു ഞെട്ടലോടെ നിൽക്കുകയാണ്. അച്ഛമ്മ എന്തിനാ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? ഞാൻ ആദ്യം ഗാർഗിയോടൊന്ന് സംസാരിച്ചു നോക്കട്ടെ. ഇവിടെ മറ്റാരും അറിയാതെ നമുക്ക് ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം കണ്ടെത്താം. അതുപോലെ അച്ചമ്മയ്ക്കെന്ന് പാറു ചോദിക്കുമ്പോ മതിയെന്ന് അച്ചമ്മ പറയുന്നു. പിന്നീട് കാണിക്കുന്നത് പ്രഭാവതിയെയും പ്രതാപനെയും സുശീലയുമാണ്. ജാസ്മിന്റെ കാര്യങ്ങളൊക്കെ
പ്രഭാവതി സുശീലയോട് പറയുമ്പോൾ സുശീല പറയുകയാണ്, അത് ശരിയാണ്, ജാസ്മിന്റെ കാര്യത്തിൽ എത്രയും പെട്ടെന്ന് ഒരു തീരുമാനമെടുക്കണം. അതിന് എന്നെ കൊണ്ടാകില്ലല്ലോ സുശീലെ. ഇപ്പൊ ഈ കുടുംബത്തിലെ കാര്യങ്ങൾക്കെല്ലാം വിധി പറയുന്നത് പാർവതിയല്ലേ എന്ന് പ്രഭാവതി പറയുമ്പോൾ സുശീല പറയുകയാണ്, നമുക്ക് വിധി നമുക്ക് അനുകൂലമായി മാറ്റിയെടുക്കണം. അതിന് ഒരൊറ്റ വഴിയേ ഉള്ളൂ വിശാൽ. അവൻ പറഞ്ഞാലേ അവൾ അനുസരിക്കും. പക്ഷേ അവൻ പറയില്ല. കാരണമേ അവരിപ്പോ പുട്ടും പീരയും പോലെയാണ്. ഇത് കേൾക്കുന്ന പ്രഭാവതി പറയുകയാണ്, അതൊക്കെ വിശാലിന്റെ വെറും ആക്ടിങ് മാത്രമാണ് പ്രതാപ. ഞാൻ പറയുന്നതേ അവൻ അനുസരിച്ചിരിക്കുമെന്ന് പ്രഭാവതി പറയുമ്പോ പ്രതാപൻ പറയുകയാണ്, ചേച്ചി അതൊക്കെ പണ്ടാണ്. ഇപ്പോഴേ അങ്ങനെയൊന്നുമല്ല കാര്യങ്ങള്. എങ്കിലേ നമ്മൾ വിചാരിക്കുന്ന പ്ലാൻ അത്രയും പെട്ടെന്നൊന്നും വർക്കൗട്ട് ആകില്ല സുശീലെ എന്ന് പ്രഭാവതി പറയുമ്പോൾ സുശീല പറയുകയാണ്, അതൊക്കെ ആകും. അതിന് പ്രഭേച്ചി കൂടി ഒന്ന് മനസ്സ് വെക്കണം. ഒറ്റപ്പെട്ടു പോകുന്ന ഒരു പെൺകുട്ടിയുടെ ഭയപ്പാടിനെ കുറിച്ച് പ്രഭേച്ചി പാർവതിയോട് പറയണം. അത്രയും പറഞ്ഞ് സുശീല പ്രഭാവതിയോട് പാർവിനോട് പറയേണ്ട കാര്യങ്ങളൊക്കെ പറയുകയാണ്. ശരി, പരീക്ഷിച്ചു നോക്കാം. പക്ഷേ പരാജയപ്പെട്ടാൽ പിന്നെ അവളുടെ മുന്നിൽ തല ഉയർത്തി നടക്കാൻ സാധിക്കില്ല. അത്രയും പറഞ്ഞുകൊണ്ട് പ്രഭാവതി പാറുവിന്റെ അടുത്തേക്ക് പോവുകയാണ്. ഇതൊന്നും നടക്കാൻ പോകുന്നില്ലെന്ന് പ്രതാപൻ പറയുന്നു. അതേസമയം അടുക്കളയിൽ പാത്രങ്ങൾ കഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു പാറു. അടുക്കളയിലേക്ക് ചെന്ന് ദേഷ്യത്തോടെ പാറുവിനെ നോക്കുകയാണ് പ്രഭാവതി. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.